Hello dears, ടീച്ചർ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 8th ചാപ്റ്ററായ മിഡീവൽ വേൾഡ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്താണ് മിഡീവൽ വേൾഡ്? എന്താ മധ്യകാല ലോകം അല്ലെ? CE 5th century the Europeans lived in fear of the constant attacks by the Germanic tribes of northern Europe. The Intruding attackers looted cities and massacred people. The natives approached their kings for protection, but the kings were helpless. എന്താണ് കാലം CE 5ാം നൂറ്റാണ്ടാണ് അല്ലെ? യൂറോപ്പിലെ ജനങ്ങൾ ഓരോ ദിവസവും എന്താണ് ഭീതിയോടെയാണ് എന്താണ് തള്ളി നീക്കിയത്. വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വർഗ്ഗക്കാരുടെ നിരന്തര ആക്രമണങ്ങളായിരുന്നു അവരുടെ ഈ പേടിക്ക് കാരണം. ഇരച്ചു വന്ന ഈ അക്രമകാരികൾ ഉണ്ടല്ലോ നഗരങ്ങൾ കൊള്ളയടിക്കുകയും ആളുകളെ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്തു. ജനങ്ങൾ രാജാക്കന്മാരോട് സങ്കടം ഉണർത്തിച്ചെങ്കിലും അവരും എന്തായിരുന്നു ഹെൽപ്ലെസ് ആയിരുന്നു അല്ലെ, നിസ്സഹായരായിരുന്നു. അപ്പൊ യൂറോപ്യൻസ് ഉള്ള ആൾക്കാർ എന്താണ് ജനങ്ങൾ എന്താണ് ഓരോ ദിവസവും പേടിയോടെയാണ് തള്ളി നീക്കിയത് അല്ലെ. എന്താ കാരണം എന്താണ് വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള എന്താണ് നോർത്തേൺ യൂറോപ്പിലുള്ള ആൾക്കാർ എന്താണ് ജർമാനിക് വർഗ്ഗക്കാരുടെ എപ്പോഴുള്ള അറ്റാക്ക് അല്ലെ, അറ്റാക്ക് എന്താണ് അവരെ പേടിക്ക് കാരണം അല്ലെ. ഇവര് എന്താണ് ഇരച്ചു വന്ന ഈ ആക്രമണകാരികൾ എന്താക്കും നഗരങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും. പിന്നെ ആൾക്കാർ എന്താക്കും എന്താണ് മസാക്കേർഡ് പീപ്പിൾ അല്ലെ, എന്താണ് കൂട്ടക്കുരുതി നടത്തുകയും ചെയ്തു അല്ലെ. ജനങ്ങൾ രാജാക്കന്മാരോട് സങ്കടം ഉണർത്തിച്ചെങ്കിലും രാജാവ് എന്തായിരുന്നു ഹെൽപ്ലെസ് ആയിരുന്നു അല്ലെ. ഫൈനലി ദ കിങ്സ് അറൈവ്ഡ് അറ്റ് എ സൊല്യൂഷൻ. ലാസ്റ്റ് എന്താക്കി രാജാവ് ഒരു സൊല്യൂഷന് എന്താണ് രാജാക്കന്മാർ ഒരു വഴി കണ്ടെത്തി അല്ലെ, സൊല്യൂഷൻ കണ്ടെത്തി. They declared that pieces of land would be given as reward to those who protect the life and wealth of the people. Several chivalrous lords came forward to protect the people and they were rewarded as promised. They in turn distributed these pieces of land among others who were loyal to them and were ready to render their service. The land so obtained was handed over to some others on the same condition. Farmers were engaged to work in this land throughout the day. The life of these farmers was not better than that of the slaves. എന്താണ് അവസാനം രാജാക്കന്മാർ എന്താ വഴി കണ്ടെത്തിയത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആരാണ് സംരക്ഷണം നൽകുന്നത് അവർക്ക് എന്താണ് രാജ്യത്തെ ഭൂമി വീതിച്ച് നൽകുന്നു പറഞ്ഞ് പ്രഖ്യാപിച്ചു. ധീരന്മാരും യുദ്ധവീരന്മാരുമായ നിരവധി ഈ ലോർഡ്സ് LORDS അല്ലെ, ലോർഡ്സ് എന്ന പ്രഭുക്കന്മാര് എന്താണ് ജനങ്ങളുടെ സംരക്ഷകരായി രംഗത്ത് വന്നു അല്ലെ. പ്രതിഫലമായി ലഭിച്ച ഭൂമി തങ്ങളോട് കൂറ് പുലർത്തിയവർക്കും സേവനങ്ങൾ നൽകാൻ തയ്യാറായവർക്കും അവരെന്താക്കി വീതിച്ച് നൽകി അല്ലെ. അവരെന്താ പ്രതിഫലമായിട്ട് ലഭിച്ച ഈ ഭൂമി എന്താക്കി തങ്ങളോട് കൂറ് പുലർത്തിയവർക്കും സേവനങ്ങൾ നൽകാൻ തയ്യാറായവർക്കും എന്താക്കി വീതിച്ച് നൽകി. ഇങ്ങനെ ഭൂമി ലഭിച്ചവർ അതേ വ്യവസ്ഥയിൽ മറ്റു ചിലർക്ക് എന്താക്കി ഭൂമി കൈമാറി. ഇത്തരത്തിൽ വിതരണം ചെയ്ത ഭൂമിയിൽ കർഷകരെ കൊണ്ട് പകലന്തിയോളം ജോലി ചെയ്യിച്ച് അടിമകളുടെ തുല്യമായിരുന്നു കർഷകരുടെ ജീവിതം അല്ലെ. എന്താണ് ഫാർമേഴ്സിന്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് സ്ലേവിന് തുല്യമായിരുന്നു അല്ലെ. Then the above description gives us some hints about the European history between the 5th and 15th century CE. In world history, this period is known as the medieval period. ഈ പീരീഡിനെയാണ് എന്ത് medieval period എന്ന് പറയുന്നത്. എന്താണ് ഈ 5th-ന്റെയും 15th സെഞ്ചുറിന്റെ ഇടയിലുള്ള അല്ലെ 5th CE-ന്റെയും 15th CE സെഞ്ചുറിന്റെ ഇടയിലുള്ള ഈ പീരീഡിനെയാണ് എന്ത് medieval period എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് we have discussed the history of medieval India in the previous chapter. What information about the history of medieval Europe can you gather from the given description? CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ അല്ലെ 5th century മുതൽ 15th century വരെയുള്ള CE ലെ യൂറോപ്പിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്ന വിവരണമാണെന്ത് ഇപ്പൊ മുകളിൽ പറഞ്ഞത് അല്ലെ. ഈ കാലഘട്ടം എന്താണ് ലോക ചരിത്രത്തിൽ എന്താണ് മിഡീവൽ വേൾഡ് എന്നറിയപ്പെടുന്നു അല്ലെ, മിഡീവൽ പീരീഡ് എന്നറിയപ്പെടുന്നു. ഈ മിഡീവൽ ഇന്ത്യയുടെ ചരിത്രമാണല്ലോ നമ്മളൊക്കെ എന്താണ് മുന്നത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചത് അല്ലെ. മധ്യകാല അതായത് മിഡീവൽ യൂറോപ്പ് എന്താണ് മിഡീവൽ യൂറോപ്പിന്റെ ചരിത്രം സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മുകളിൽ പറഞ്ഞ വിവരണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക്? ദ യൂറോപ്യൻസ് കോൺസ്റ്റന്റ്ലി ഫേസ്ഡ് അറ്റാക്സ് അല്ലെ. എന്താണ് യൂറോപ്പിലെ ജനങ്ങൾ നിരന്തരം ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് പീസസ് ഓഫ് ലാൻഡ് ടു ദ ലോർഡ്സ് ഹു ഹെൽപ്ഡ് ഇൻ ഡിഫെൻഡിങ് ദ അറ്റാക്സ്. എന്താണ് ആക്രമണങ്ങളെ ചെറുക്കാൻ രംഗത്ത് വന്ന പ്രഭുക്കന്മാർക്ക് രാജാവ് എന്താക്കി ഭൂമി വീതിച്ച് നൽകിയിരുന്നു. പിന്നെ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്?
അവിടുത്തെ ആൾക്കാരെന്താണ് കുറെ പ്രഭുക്കന്മാർ വന്ന് എന്താണ് രംഗത്ത് വന്നു അല്ലേ. പിന്നെന്താണ് അവർക്ക് ഭൂമി നൽകി. അപ്പൊ അവിടെ എന്താണ് ഈ ഫാമേഴ്സിനെ കൊണ്ട് എന്താക്കി പണിയെടുപ്പിച്ചു എന്നൊക്കെയുള്ള പോയിന്റ് ഇല്ലേ, അതൊക്കെ എഴുതുക കേട്ടോ. സ്ലേവ്സ് അല്ലെ, അടിമകളെ പോലെ തന്നെയാണ് പണിയെടുപ്പിച്ചത് അല്ലെ അവരെ. From the diagram given below, the various strata of medieval European society can be identified. എന്താണ് താഴെ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നിന്ന് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പരിചയപ്പെടും നമുക്ക്. കിങ് രാജാവ്, പിന്നെ ആരാണ് ലോർഡ്സ്, ആരാണ് പ്രഭുക്കന്മാര്, പിന്നെന്താ ലെസർ ലോർഡ്സ് എന്താണ് ഇടപ്രഭുക്കന്മാരുണ്ട്, പിന്നെ ഫാർമേഴ്സ് കർഷകർ. ഇതാണ് എന്ത് ഈ യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അല്ലെ. എന്താണ് ഏറ്റവും മേലെ തട്ടിൽ കിങ്, പിന്നെ ലോർഡ്സ്, അതിന്റെ താഴെയായിട്ട് ലെസർ ലോർഡ്സ്, പിന്നെയാണ് ഫാർമേഴ്സ് അല്ലെ. ദ കിങ് എൻജോയ്ഡ് ദ ഹയസ്റ്റ് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. എന്താണ് ഈ രാജാവ് ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കാ? രാജാവിന് അല്ലെ. ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഡയഗ്രത്തിൽ നിന്ന് അല്ലെ. ആരാണ് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കാണ്? ഹയസ്റ്റ് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി ദ കിങ് അല്ലെ. ഹി വാസ് ദ സോൾ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ് അല്ലെ. രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ആരാണ്? ഈ കിങ് ആണ് അല്ലെ. ഹി ഡിസ്ട്രിബ്യൂട്ടഡ് ലാൻഡ് അമംഗ് ദ ലോർഡ്സ്. ഇൻ റിട്ടേൺ ദ ലോർഡ്സ് ഓഫേർഡ് മിലിറ്ററി സർവീസ്. എന്താണ് അദ്ദേഹം രാജാവ് എന്താക്കി? കിങ് ഈ ഭൂമി എന്താക്കി? പ്രഭുക്കന്മാർക്ക് നൽകി അല്ലെ. ലാൻഡ് എന്താക്കി? ഈ ലോർഡ്സിന് നൽകി. ഇതിന് പകരമായി എന്താക്കി? ഈ ലോർഡ്സ് കിങ്ങിന് എന്താ കൊടുത്തത്? മിലിറ്ററി സർവീസ് കൊടുത്തു അല്ലെ. എന്താ സംഭവം? സൊസൈറ്റിന്റെ ഹയസ്റ്റ് സ്റ്റാറ്റസ് ആയി നിൽക്കുന്നത് കിങ് ആണ്. കിങ്ങിന്റെ കയ്യിലാണ് ലാൻഡ് മൊത്തം. അപ്പൊ രാജാവ് എന്താക്കി? ലാൻഡ് ഈ ലോർഡ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പം ഈ ലോർഡ്സ് അതിന്റെ ഓഫർ ചെയ്തത് എന്താണ്? മിലിറ്ററി സർവീസ് ആണ് അല്ലെ. സൈനിക സേവനം നൽകി അല്ലെ. ദ ലോർഡ്സ് ഇൻ turn gave a part of their land to lesser lords and demanded services from them. എന്താണ് രാജാവ് സൈനിക സേവനം ഈ രാജാവിന് കിട്ടി അല്ലെ. ഓരോ പ്രഭുവും എന്താണ് ഓരോ ലോർഡ്സും തനിക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം എന്താക്കും? ഈ ലെസർ ലോർഡ്സിന് കൊടുക്കും അല്ലെ. എന്നാ ഇടപ്രഭുക്കന്മാർ എന്ന് പറഞ്ഞ അല്ലെ. എന്നാൽ മറ്റൊരു വിഭാഗത്തിന് നൽകി അല്ലെ. പകരം എന്താക്കി? അവര് എന്താണ് ഈ ലെസർ പ്രഭുക്കന്മാരിൽ നിന്ന്, ലെസർ ലോർഡ്സിൽ നിന്ന് ഈ മെയിൻ ലോർഡ്സ് ഉണ്ടല്ലോ, അവരെന്താക്കി? അവരിൽ നിന്ന് സേവനങ്ങൾ ആവശ്യപ്പെട്ടു, സർവീസ് ആവശ്യപ്പെട്ടു അല്ലെ. This social system in medieval Europe formed on the basis of land ownership is called feudalism. എന്താണ് അപ്പോ ഇത്തരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി ഈ മെഡീവൽ യൂറോപ്പിൽ രൂപപ്പെട്ട ഒരു സാമൂഹിക വ്യവസ്ഥയാണ് എന്ത്? സോഷ്യൽ സിസ്റ്റം ആണ് എന്ത്? ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പൊ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ സിസ്റ്റം ഇൻ മിഡീവൽ യൂറോപ്പ്. എന്താണ് മിഡീവൽ യൂറോപ്പിൽ ഫോം ചെയ്ത എന്താണ്? ഈ ലെസർ ലോർഡ്സ്, അതായത് രാജാവ്, അതായത് ശ്രദ്ധിക്കട്ടോ നിങ്ങൾ, എന്താണ് ഫ്യൂഡലിസം എന്നുള്ളത്. എന്താന്ന് വെച്ചാല് ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത് അല്ലെ. എന്താ ഫ്യൂഡലിസം എന്ന് പറയുന്നത്? ഫസ്റ്റ് മുതൽ ശ്രദ്ധിക്കുക. എന്താണ്? രാജാവാണ് എന്ത്? ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആള് അല്ലെ. രാജാവിന്റെ കയ്യിലാണ് ഈ ലാൻഡ് മൊത്തം. അപ്പൊ ലാൻഡ് മൊത്തം രാജാവിന്റെ കയ്യിലായിരുന്നു. അപ്പൊ ഈ രാജാവ് എന്താക്കി? ഈ ലാൻഡ് ഈ ലോർഡ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ലോർഡ്സ് എന്താക്കി? രാജാവിന് ഈ മിലിറ്ററി സർവീസ് കൊടുത്തു അല്ലെ. അപ്പൊ മിലിറ്ററി സർവീസ് കൊടുത്തു. അപ്പൊ ഈ ലോർഡ്സുകൾ കിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, ലാൻഡ്, ആ ലാൻഡ് എന്താക്കി? ഈ ലെസർ ലോർഡ്സിന് ഈ ലോർഡ്സ് കൊടുത്തു അല്ലെ. അപ്പൊ എന്താക്കി? ഈ ലെസർ ലോർഡ്സിൽ നിന്ന് എന്താക്കി? സർവീസ് ഈ ലോർഡ്സിന് ആവശ്യപ്പെട്ടു, ലോർഡ്സുകാർ ആവശ്യപ്പെട്ടു അല്ലെ, പ്രഭുക്കന്മാർ ആവശ്യപ്പെട്ടു. ഈ സോഷ്യൽ സിസ്റ്റം, ഈ മിഡീവൽ യൂറോപ്പിൽ നടന്ന ഈ സോഷ്യൽ സിസ്റ്റം എന്താക്കി? ഈ എന്താണ് ഇത്തരത്തിൽ ഭൂമിയുടെ ഈ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി എന്താക്കി? ഈ മിഡീവൽ യൂറോപ്പിൽ രൂപപ്പെട്ട ഈ സാമൂഹ്യ വ്യവസ്ഥയാണ് എന്ത്? ഫ്യൂഡലിസം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ ലാൻഡ് ഓണർഷിപ്പിന്റെ ബേസിസിൽ ഫോം ചെയ്ത മിഡീവൽ യൂറോപ്പിലുള്ള ഈ സോഷ്യൽ സിസ്റ്റത്തിനെയാണ് ഇത് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പൊ ആ സോഷ്യൽ സിസ്റ്റം എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലെ. രാജാവ് എന്താണ് ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള അതല്ലേ, അതാണ്. അപ്പൊ അതാണ് ഫ്യൂഡലിസം. ഓക്കെ. ദ ഫാമേഴ്സ് stood at the lowest stratum of the feudal society. They were the majority and were compelled to work in field and houses of the lords. The vast areas of land held by the lord were known as manor. കണ്ടോ manor എന്താന്ന് നോക്കിയേ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? manor എന്ന് പറഞ്ഞാല് ഈ farmers stood at the lowest stratum of the feudal society. എന്താണ് ഈ ഫ്യൂഡൽ സൊസൈറ്റിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ ആരാണ്? ഫാർമേഴ്സ് ആയിരുന്നു അല്ലെ, കൃഷിക്കാരായിരുന്നു. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗവും അവരായിരുന്നു. സമൂഹത്തിൽ കൂടുതലുള്ള ആരാണ്? ഈ ഫാമേഴ്സ് ആയിരുന്നു. ഈ ലോർഡ്സിന്റെയും
ലോർഡ്സിന്റെ കൃഷിയിടങ്ങളിലും വീടുകളിലും ജോലി ചെയ്യാൻ എന്താക്കി ഇവർ നിർബന്ധിതരായിരുന്നു. ഇവർ നിർബന്ധമായിട്ടും ഈ പ്രഭുക്കന്മാരുടെ വീടിലും അതുപോലെ കൃഷി സ്ഥലത്തൊക്കെ ഈ ഫാമേഴ്സ് നിർബന്ധമായിട്ട് കൃഷി ചെയ്യേണ്ടിയിരുന്നു. ഈ ലോർഡ്സിന്റെ കൈവശം ഉണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെയാണ് എന്ത് മാനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാനർ എന്ന് പറഞ്ഞാൽ എന്താ? ദ വാസ്റ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് ഹെൽഡ് ബൈ ദ ലോർഡ്സ് വർ നോൺ ആസ് മാനർ. ഓക്കെ, എന്താണ്? ഈ പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന വാസ്റ്റ് ഏരിയ, വിശാലമായ പ്രദേശങ്ങളെയാണ് എന്ത്? മാനർ എന്ന് പറയുന്നത്. അപ്പൊ മാനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാസ്റ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് ഹെൽഡ് ബൈ ദ ലോർഡ്സ് were known as manor. Okay, apart from the field, each manor consisted of meadows, manor house, residence of the lord. Manor house എന്ന് പറഞ്ഞാല് പ്രഭുക്കന്മാരെ വീട് അല്ലെ, മിൽസ്, ഹട്ട്സ് ഓഫ് ഫാമേഴ്സ് ആൻഡ് പ്ലേസ് ഓഫ് വർഷിപ്പ്. എന്താണ്? ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ എന്തൊക്കെയുണ്ട്? മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെന്താണ്? പിന്നെ ഈ ലോഡിന്റെ വീട് അല്ലെ, പ്രഭുവിന്റെ വലിയ വീടുണ്ടാവും, മില്ലുകൾ ഉണ്ടാവും, കർഷകരുടെ കുടിലുകൾ ഉണ്ടാവും, പിന്നെന്താണ്? പ്രാർത്ഥനാലയം തുടങ്ങിയവയൊക്കെ ഈ മാനറിൽ ഉണ്ടായിരുന്നു അല്ലെ. പ്ലേസ് ഓഫ് വർഷിപ്പ് ഒക്കെ എന്താണ്? ഈ മാനറിൽ ഉണ്ടാവും. അപ്പൊ മാനറിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനർ എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ഏരിയ ഓഫ് ലാൻഡ് ഹെൽഡ് ബൈ ദ ലോർഡ്സ് were known as manor. ഈ മാനറിൽ എന്തൊക്കെയാണ് ഉള്ളത്? മെഡോസ് ഉണ്ട് അല്ലെ, മേച്ചിൽ പ്രദേശങ്ങളുണ്ട്, പിന്നെന്താണ്? മാനർ ഹൗസ്, ലോർഡിന്റെ വീടുണ്ട്, മില്ലുണ്ട്, പിന്നെ ഹട്ട്സ് ഓഫ് ഫാർമറിന്റെ കുടിലുകൾ ഉണ്ട്, പിന്നെ പ്ലേസ് ഓഫ് വർഷിപ്പ്, എന്ത്? പ്രാർത്ഥനാലയം അല്ലെ, അതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ എന്താണ് ഫ്യൂഡലിസം നോക്കിയേ? ദ വേർഡ് ഫ്യൂഡലിസം വാസ് ഡിറൈവ്ഡ് ഫ്രം ദ ജർമ്മൻ വേർഡ് ഫ്യൂഡ് വിച്ച് മീൻസ് എ പീസ് ഓഫ് ലാൻഡ്. എന്താണ്? ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് എന്ത്? ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് അല്ലെ. ഫ്യൂഡ് എന്നാൽ എന്താണ്? എ പീസ് ഓഫ് ലാൻഡ്, ഒരു തുണ്ട് ഭൂമി എന്നാണ് അർത്ഥം. ഓക്കെ, ദെൻ ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട് ഓൺ ദ പ്ലൈറ്റ് ഓഫ് ദ ഫാമേഴ്സ് ഇൻ ദ ഫ്യൂഡൽ സൊസൈറ്റി. എന്താണ്? ഈ ഫ്യൂഡൽ സമൂഹത്തിലെ കർഷകരുടെ അവസ്ഥ ചർച്ച ചെയ്ത ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലായില്ലേ, അവരെ കൊണ്ട് നന്നായിട്ട് സ്ലേവിനെ പോലെയാണ് എന്താണ് ഫാർമേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിച്ചത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ സിറ്റീസ്, ട്രേഡ് ആൻഡ് ട്രേഡ് ഗിൽഡ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നഗരങ്ങൾ, കച്ചവട കൂട്ടായ്മകൾ അല്ലെ. എന്താണ്? Trade was not prominent during the feudalistic period in the medieval era. The product of the manor were consumed right there. The farm product and farming tools were exchanged in the local markets. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഫ്യൂഡലിസം അല്ലെ, എന്താണ്? ഫ്യൂഡലിസം നിലനിന്ന ഈ മിഡീവിയൽ ടൈമില് ഈ തുടക്കത്തിൽ എന്താണ്? കച്ചവടത്തിന് വലിയ പ്രാധാന്യമില്ലായിരുന്നു. ഫ്യൂഡലിസം നിലനിന്ന ഈ പീരീഡിന്റെ മിഡീവൽ എറയിൽ എന്താണ്? ഈ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ എന്താണ്? ഈ ട്രേഡിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു, കച്ചവടത്തിന്. The product of the manor were consumed right there. The farm product and farming tools were exchanged in the local markets. എന്താണ് ഇവിടെ? ഈ മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ വിനിയോഗിച്ചു. ഓരോ പ്രദേശത്തും സംഘടിക്കപ്പെട്ട ചന്തകളിലൂടെയാണ് എന്ത്? ഈ ഉൽപ്പന്നങ്ങളും കാർഷികോപകരണങ്ങളും വിനിമയം ചെയ്തത്. അപ്പൊ എന്താണ്? ഈ ഫ്യൂഡലിസം നിലനിന്ന ടൈമിൽ എന്താണ് പറയുന്ന? ടീച്ചർ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചർ നന്നായി പറഞ്ഞിരുന്നത്. ഈ ഫ്യൂഡലിസം നിലനിന്നിരുന്ന ഈ മിഡീവൽ എറയില് തുടക്കത്തിൽ എന്താണ്? ട്രേഡിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു, വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു. ഈ മാനറുകൾ ഉണ്ടല്ലോ, മാനർ എന്താണെന്ന് അറിയാം അല്ലെ, അവിടെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ എന്താണ് വിനിയോഗിച്ചു അല്ലെ. ഈ മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ വിനിയോഗിച്ചു. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ തന്നെ ഉപയോഗിച്ചു. ഓരോ പ്രദേശത്തും സംഘടിക്കപ്പെട്ട എന്താണ്? ഈ ചന്തകളിലൂടെയാണ് എന്ത്? ഈ ഉൽപ്പന്നങ്ങളും പിന്നെന്താണ്? ഈ കാർഷികോപകരണങ്ങളും വിനിമയം ചെയ്തത്, എക്സ്ചേഞ്ച് ചെയ്തത്. ഓക്കെ, ഫാം പ്രോഡക്റ്റും ഫാമിംഗ് ടൂൾസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തത് ലോക്കൽ മാർക്കറ്റിലായിരുന്നു. ഓക്കെ, മെനി ന്യൂ സിറ്റീസ് ഡെവലപ്ഡ് ഇൻ യൂറോപ്പ് ബൈ 11th century CE. Centers of trade and handicrafts gradually developed into cities. Areas around ports also became cities. Such new cities initially began to develop in Italy. The Italian cities had trade relations with the Asian and the West European countries. Venice, Milan, Florence and Genoa were the major newly developed Italian cities. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ CE 11 CE 11th centuryയിലെ എന്താണ് 11ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. പുതിയ ന്യൂ സിറ്റീസ് എന്താക്കി?
മെനി ന്യൂ സിറ്റീസ്, ഒരുപാട് പുതിയ സിറ്റികൾ എന്താക്കി വളർന്നു വന്നു. ഈ കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പിന്നെന്താണ് ഹാൻഡിക്രാഫ്റ്റും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് എന്ത് നഗരങ്ങളായി മാറിയത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചും ചില നഗരങ്ങൾ ഉയർന്നു വന്നു. തുറമുഖം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ഏരിയാസ് അറൌണ്ട് പോർട്ട് അല്ലെ, അവിടെ എന്താക്കി പോർട്ട് എന്താക്കി നിങ്ങൾ അവിടെ നഗരങ്ങളായി മാറി അല്ലെ, ഉയർന്നു വന്നു. ഇറ്റലിയിലായിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. അപ്പൊ എവിടെയാണ് ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ രൂപപ്പെട്ടത്? ഇറ്റലി. ഓക്കെ. ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. അപ്പൊ ഇറ്റലിയിലെ എന്താണ് ഇറ്റാലിയൻ സിറ്റീസ് ആരൊക്കെ ആയിട്ടാണ് കച്ചവടം നടത്തിയിരിക്കുന്നത്? ഏഷ്യൻ ആൻഡ് വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് ആയിട്ടായിരുന്നു എന്താക്കിയത് ഈ കച്ചവടം നടത്തിയിരുന്നത്. പിന്നെ വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ. ഇവയൊക്കെയായിരുന്നു എന്ത് ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ. ഓക്കെ. ദെൻ Nuremberg, Germany and Constantinople, Turkey were the other major European cities. Spices, gems and clothes were from India and China were imported to these cities. From there, these goods were transported to other European countries. എന്താണ് പറയുന്നത് നോക്കിയേ. ഈ ഇപ്പൊ പറഞ്ഞ എന്താണ് ഇറ്റലിയിലെ പ്രധാന നഗരങ്ങളായിരുന്നു എന്ത്? വെനീസ്, മിലാന്, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ അല്ലെ. പിന്നെ ന്യൂറംബർഗ് ജർമ്മനിയിലുള്ളതാ അല്ലെ, ജർമ്മനിയിലുള്ളതാ. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിലുള്ള എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു. എക്കാലത്തെ മിഡീവൽ പീരീഡ് ആ ടൈമിലുള്ള 11th CE അല്ലെ. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സ്പൈസസ് എന്താണ് സുഗന്ധവ്യഞ്ജനങ്ങൾ, പിന്നെന്താണ് രത്നങ്ങൾ, ജെംസ് അല്ലെ, പിന്നെ ക്ലോത്ത്സ് തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ നിന്നൊക്കെ ഈ സ്പൈസസും ജെംസും ക്ലോത്ത്സും ഒക്കെ എത്തിയിരുന്നത് എന്താണ് ഈ നഗരങ്ങളിലേക്കായിരുന്നു. അവിടെ നിന്നാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയത്. അപ്പൊ ഫസ്റ്റ് ഇതെന്താ ഈ നഗരങ്ങളിലേക്ക് വന്നു, ഇവിടെ നിന്നാണ് എന്താക്കിയത് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തത്. ഓക്കെ. ഇനി most of these cities had their own administrative system. Tall boundary walls were built to protect these cities. These cities were not at all hygienic and were under the threat of epidemics like the plague. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മധ്യ ഈ കാലഘട്ടത്തിൽ, അതായത് ഈ from this goods എന്താണ് അപ്പൊ എന്താണ് ഈ മധ്യ കാലഘട്ടത്തിൽ മിഡീവൽ ടൈമിൽ ഉയർന്നു വന്ന മിക്ക നഗരങ്ങൾക്കും സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് എന്താണ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ. ഇതിലുള്ള മോസ്റ്റ് ഓഫ് ദ സിറ്റീസിനും എന്താണ് സ്വന്തമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. എന്താണ് ടോൾ ബൗണ്ടറി വാൾസ് വർ ബിൽഡ് ടു പ്രൊട്ടക്ട് ദീസ് സിറ്റീസ്. എന്താണ് ഓരോ നഗരവും എന്താണ് വലിയ വാൾസ് അല്ലെ, വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു അല്ലെ. പിന്നെ എന്താ പറയാ, ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നതിനാൽ ഇത്തരം നഗരങ്ങൾ പ്ലാഗ് പോലുള്ള പകർച്ചവ്യാധികളുടെ ഭീഷണിയിലായി. കണ്ടോ, പ്ലാഗ് വന്നു അല്ലെ. ഇവിടെ എന്താ ശുചീകരണം ഇതൊന്നും വൃത്തിയില്ലാത്തതിനാൽ എന്തായി അവിടെ പ്ലാഗ് പോലുള്ള പകർച്ചവ്യാധികളുടെ ഭീഷണിയിലായി അല്ലെ. ഹൗ ഡിഡ് ദ മിഡീവൽ യൂറോപ്യൻ സിറ്റീസ് ഡെവലപ്പ്? എങ്ങനെയാണ് ഈ മിഡീവൽ സിസ്റ്റം, അതായത് മധ്യകാല മിഡീവൽ യൂറോപ്പ് നഗരങ്ങൾ വളർന്നു വന്നത് എങ്ങനെയെന്ന് വിശകലനം ചെയ്യുക. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് ടീച്ചർ ഇപ്പൊ ഇവിടെ പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് ഒക്കെ വെച്ച് നിങ്ങൾ എഴുതുക കേട്ടോ. അങ്ങനെയൊക്കെ എഴുതിയാലേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഇത് ടീച്ചർമാർ ഇങ്ങനെ തന്നിട്ട് നിങ്ങൾ എന്താക്കരുത്, നിങ്ങൾ അതേപോലെ പകർത്തി എഴുതി കാണാപ്പാഠം പഠിക്കുകയല്ല വേണ്ടത്. നിങ്ങളത് മനസ്സിലാക്കുകയാണ് മക്കളെ വേണ്ടത്. മനസ്സിലാക്കി നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതണം. എന്നാലേ നമുക്ക് ഈ ചാപ്റ്റർ തന്നെ പഠിച്ചിട്ട് മനസ്സിലാവും. ഓക്കെ, ചാപ്റ്റർ തന്നെ വായിച്ചാല് നിങ്ങൾക്ക് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പൊ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, ചിന്ത എവിടെയോ ആവരുത്. നിങ്ങൾ എന്താക്കണം, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ ക്ലാസ്സിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ വന്നതെന്നല്ലേ ഈ യൂറോപ്യൻ, അതായത് മിഡീവൽ യൂറോപ്യന്റെ ആ നഗരങ്ങൾ വളർന്നു വന്നത് എങ്ങനെയാന്നുള്ളത് വിശകലനം ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, ബ്ലാക്ക് ഡെത്ത്. ഓക്കെ, ബ്ലാക്ക് ഡെത്ത് എന്താ നമുക്ക് നോക്കാം. How many valiant men, how many fair ladies had breakfast with their kinfolk and the same night stepped
supped with their ancestors in the next world. The condition of the people was pitiable to behold. They sickened by the thousands daily, and died unattended and without help. Many died in the open street, others dying in their houses, made it known by the stench of their rotting bodies. Consecrated churchyards did not suffice for the burial of the vast multitude of bodies, which were heaped by the hundreds in vast trenches, like goods in a ship's hold and covered with a little earth. ആരാ എഴുതിയിരിക്കുന്നത്? ബെക്കോച്ചിയോ അല്ലെ, ബെക്കോച്ചിയോ എഴുതിയ ആളാണ് അല്ലെ, ജിയോവാനി ബെക്കോച്ചിയോ എഴുതിയാണ് ഡെക്കോമെറോണിൽ അല്ലെ. എന്താ പറഞ്ഞിരിക്കുന്നത്? രാവിലെ ഉറ്റവരോടൊപ്പം പ്രാതൽ കഴിച്ച് രാത്രി പരലോകത്ത് പൂർവികരോടൊപ്പം അത്താഴം കഴിക്കേണ്ടി വന്ന എത്ര ധീരരായ പുരുഷന്മാരും സുന്ദരികളായ സ്ത്രീകളും രോഗബാധിതരായ 10,000 ശുശ്രൂഷിക്കാൻ ആളില്ലാതെ നിരാശ്രരായി മരിച്ചു വീഴുന്നു. ചിലർ പാതയോരങ്ങളിൽ ജീവൻ വെടിഞ്ഞപ്പോൾ മറ്റു ചിലരാകട്ടെ സ്വന്തം വീടുകളിൽ അന്ത്യശ്വാസം വലിച്ചു. ജീർണിച്ച മൃതശരീരങ്ങളിൽ നിന്ന് വമിച്ച ദുർഗന്ധത്തിൽ നിന്നായിരുന്നു വീടുകളിൽ ആളുകൾ മരിച്ചു കിടക്കുന്ന വിവരം പുറംലോകം അറിഞ്ഞത്. സെമിത്തേരിയിൽ സംസ്കരിക്കാൻ കഴിയാതെ ശവശരീരങ്ങൾ കൂമ്പാരങ്ങളായി കിടന്നു. ബക്കാച്ചിയോ അല്ലെ, അയാൾ പറഞ്ഞതാണ് ഇതിലെ, അയാൾ എഴുതിയതാണ് അല്ലെ. എന്താ കാരണം? ദ പ്ലേഗ് അല്ലെ. കാരണം എന്താണ്? പ്ലേഗ്. The plague was an epidemic that posed the greatest threat to the medieval cities. Boccaccio draws the terrifying picture of a city affected by the plague. The epidemic struck hard, especially on the port cities. The ships that brought goods carried rats that caused the plague. This disease came to be known as Black Death, as thousands of people succumbed to it. The population of Europe, which was 73 million in CE 1300, dropped to 45 million in a century after the attack of the plague. അപ്പൊ പ്ലാഗ് കാരണം കണ്ടോ എന്താണല്ലേ? ശുചിത്വം ഇല്ലാത്ത പ്രശ്നമാണ് അല്ലെ പ്ലാഗ് വരാനുള്ള കാരണം അല്ലെ. അപ്പൊ എന്താണ്? മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു എന്ത്? ഈ പ്ലാഗ് എന്ന രോഗം അല്ലെ. മിഡീവൽ സിറ്റീസ് അല്ലെ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു പ്ലാഗ് എന്ന രോഗം. പ്ലാഗ് ബാധിച്ച ഒരു നഗരത്തിന്റെ ചിത്രമാണ് ഈ ബൊക്കാച്ചിയോ ഇവിടെ നൽകിയത്. ഇപ്പൊ മുകളിൽ പറഞ്ഞ ബൊക്കാച്ചിയോ എന്ന് പറഞ്ഞ ആളെ എഴുതിയതാണല്ലോ അത്. അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പ്ലാഗ് ബാധിച്ച ഒരു നഗരത്തിന്റെ ചിത്രമാണ് ഇപ്പൊ അയാൾ അവിടെ പറഞ്ഞത്. തുറമുഖ നഗരങ്ങളായിരുന്നു പ്ലാഗിന്റെ ഭീഷണി പ്രധാനമായും നേരിട്ടത് അല്ലെ. തുറമുഖ നഗരങ്ങളായിരുന്നു എന്ത്? പ്ലാഗിന്റെ ഭീഷണി പ്രധാനമായിട്ടും എന്താക്കി നേരിട്ടത്. കപ്പലുകളിൽ ചരക്കുകൾക്കൊപ്പം എത്തിച്ചേർന്ന എലികളായിരുന്നു പ്ലാഗ് പരത്തിയത്. അപ്പൊ പ്ലാഗ് പരത്തിയ ആരാണ്? ഈ കപ്പലുകളിൽ ചരക്കുകൾക്കൊപ്പം എത്തിച്ചേർന്ന എലിയിലൂടെയാണ് എന്ത്? പ്ലാഗ് പടർന്നത് അല്ലെ. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലാഗ് അന്ന് കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ഈ പ്ലാഗ് എന്താണ്? അന്ന് ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെട്ടത്. CE 1300 73 മില്യൺ ഉണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ എന്താണ്? ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ എന്തായി? 45 മില്യൺ ആയി മാറി. 73 മില്യൺ ഉള്ള ആൾക്കാർ എന്താക്കി? ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ എന്താണ്? ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ എന്താക്കി? 45 മില്യൺ ആയി അല്ലെ. ദശലക്ഷമായി കുറഞ്ഞു അല്ലെ. കാരണം എന്താ? പ്ലാഗിലാൽ കുറെ ആൾക്കാർ അങ്ങ് മരിച്ചു വീണു അല്ലെ. ദെൻ നോക്കൂ, ഇതെന്താ? ന്യൂറംബർഗ് എവിടെ നോക്കിയേ? ജനോവ, മിലാൻ, വെനീസ്, ഫ്ലോറൻസ്, കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, മെഡീവൽ യൂറോപ്യൻ സിറ്റീസ് ആണ് കേട്ടോ. ഇത് യൂറോപ്യനിലുള്ളതാണ്. അതിന്റെ ഔട്ട്ലൈൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. റീഡ് ദ മാപ്പ്, ഐഡന്റിഫൈ ദ ലിസ്റ്റ് ഔട്ട് ദ കൺട്രീസ് വെർ മെഡീവൽ സിറ്റീസ് ഡെവലപ്ഡ്. ഇനി നിങ്ങൾ എന്താണ് ഈ മാപ്പ് നിരീക്ഷിച്ചിട്ട് എന്താണ് ഈ മെഡീവൽ സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വളർന്നു വന്ന നഗരങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിലായിരുന്നു എന്ന് കണ്ടെത്തി പറയാം. ഓക്കെ, ദെൻ അപ്പം നിങ്ങൾ മാപ്പ് നോക്കുക, എന്നിട്ട് ഇത് എവിടെയാണെന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എഴുതാൻ കഴിയും. നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമുക്ക് എന്താക്കാം? എഴുതാനൊക്കെ കഴിയും കേട്ടോ. ടീച്ചർ നേരിട്ട് തന്നാൽ നിങ്ങൾ എന്താക്കും? അതേപോലെ കോപ്പി അടിക്കും, പിന്നെ അങ്ങ് മറന്നു പോകും. ഓക്കെ, അപ്പം നിങ്ങൾ എക്സാമിനേക്ക് പ്രിപ്പയർ ചെയ്യല്ലേ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. മാപ്പൊക്കെ മുന്നിൽ വെച്ച് പഠിക്കുക. The newly developed European cities were the centers of handicrafts and trade. എന്താണ്? യൂറോപ്പിൽ പുതുതായി വളർന്നു വന്ന നഗരങ്ങൾ എന്താണ്? ഈ ഹാൻഡിക്രാഫ്റ്റിന്റെയും ട്രേഡിന്റെയും സെന്റർ ആയിരുന്നു. ഓക്കെ, ന്യൂലി ഡെവലപ്ഡ് യൂറോപ്യൻ സിറ്റീസ് were the centers of handicrafts and trade. ട്രേഡിന്റെയും ഹാൻഡിക്രാഫ്റ്റും ഒക്കെ എന്താണ്?
കേരളത്തിന്റെ സെന്റർ ആയിട്ട് എന്ത് പുതിയതായിട്ട് വികസിച്ചു വന്ന യൂറോപ്യൻ സിറ്റീസ് അല്ലെ. ദ ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് ഫോംഡ് അസോസിയേഷൻസ് കോൾഡ് ഗിൽഡ്സ്. എന്താണ് ഇവിടെ ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഓക്കെ. Apart from traders, blacksmiths, goldsmiths, leather workers and carpenters also formed guilds. എന്താണ് കച്ചവടക്കാർക്ക് പുറമെ എന്താണ് ഈ ബ്ലാക്ക് സ്മിത്ത്, എന്താണ് ഇരുമ്പ് പണിക്കാര്, ഗോൾഡ് സ്മിത്ത് സ്വർണ്ണ പണിക്കാര്, ലെതർ വർക്കേഴ്സ് തുകൽ പണിക്കാര്, കാർപ്പന്റേഴ്സ് മരപ്പണിക്കാര് എന്നിവരും എന്താണ് ഗിൽഡുകൾ രൂപീകരിച്ചിരുന്നു. ഓക്കെ. അപ്പൊ ഗിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് ഫോംഡ് അസോസിയേഷൻസ് കോൾഡ് ഗിൽഡ്. അസോസിയേഷൻ ആണ് ഗിൽഡ്. ട്രേഡേഴ്സ് ഫോം ചെയ്ത ഒരു അസോസിയേഷൻ ആണ് ഇത് ഗിൽഡ്. അതേപോലെ ഈ ബ്ലാക്ക് സ്മിത്തും ഗോൾഡ് സ്മിത്തും ലെതർ വർക്കേഴ്സും കാർപ്പന്റേഴ്സും ഒക്കെ എന്താണ് ഗിൽഡ് എന്താക്കി രൂപീകരിച്ചിരുന്നു, ഫോം ചെയ്തിരുന്നു. ഓക്കെ. The guild fixed the prices and the quality of product and the working hours of the laborers. എന്താണ് ഈ വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വില, എന്താണ് അതിന്റെ റേറ്റ് എത്രയാണെന്നും പ്രൈസസ് എത്രയാണെന്നും പിന്നെ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ഗുണനിലവാരം പിന്നെ തൊഴിലാളികളുടെ ജോലി സമയം വർക്കിംഗ് ഹവേഴ്സ് ഓഫ് ദി ലാബറേഴ്സ് എന്നിവ നിശ്ചയിച്ചതൊക്കെ ആരാണ്? ഈ ഗിൽഡാണ്. ഓക്കെ. ഈ ഗിൽഡ് എന്നാണ് ഗിൽഡ് രൂപീകരിക്കാൻ കാരണം എന്താണ്? ഈ എന്താ വർക്കിംഗ് ഹവേഴ്സ് ഓഫ് ദി ലേബേഴ്സ്, ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് പിന്നെ പ്രൈസ്, ഓരോ ഉൽപ്പന്നങ്ങളുടെ വില, ഇതൊക്കെ എന്താണ് നിശ്ചയിച്ചത്? ഈ ഗിൽഡുകളിലായിരുന്നു. ഓക്കെ. ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ഗിൽഡ് ഇൻ ദ എക്കണോമിക് ലൈഫ് ഓഫ് മിഡീവൽ യൂറോപ്പ്. മധ്യകാല യൂറോപ്പിലെ സാമ്പത്തിക ജീവിതത്തിൽ ഗിൽഡുകൾക്കുള്ള പ്രാധാന്യം വിലയിരുത്തുക. ഓക്കെ. അപ്പം എന്താ ഇത് നന്നായി പഠിക്കുക കേട്ടോ. ഇതുവരെയുള്ള ഭാഗങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കുക. അപ്പം ഞാൻ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. അടുത്ത ഭാഗമുള്ളത് ഞാൻ എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ. താങ്ക് യു.